തെരഞ്ഞെടുപ്പില്ലാതെ രാഹുൽ ഗാന്ധിയെ അധികാരത്തിൽ വരുത്തുക, അതിന് മാർഗം ബഹളം വയ്ക്കുക. ഷെയ്ഖ് ഹസീനെ അവർ മാറ്റിയുണ്ടില്ല, 74% വോട്ട് കിട്ടിയ ആളാണ്. ബഹളം വെച്ചിട്ട് അവരെ നാട് കടത്തി ഭരണം മാറ്റിയെടുത്തു. അതുപോലെ ഇന്ത്യയിൽ പറ്റുമോ എന്ന് പലതവണ അവർ നോക്കുന്നു. ഇത് ആദ്യത്തെ അറ്റംപ്റ്റ് ഒന്നുമല്ല. കർഷക സമരം ചെങ്കോട്ടയിൽ കയറി കൊടിയൊക്കെ പൊക്കെയാണല്ലേ, ആ അറ്റംപ്റ്റ് ആയിരുന്നു ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളത്. CAA എല്ലാ റോഡും ബ്ലോക്ക് ചെയ്ത് ഷഹീൻ ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് അതൊന്നും വിജയിച്ചില്ല. ഇനിയിപ്പോൾ ഇത് വെച്ച് വിജയിക്കാൻ പറ്റുമോ? ഇത് കേട്ടിട്ട് മലയാളം ചാനലുകാർ ഓടുന്നു. ഏത് രാഘവൻ പുതിയ പറമ്പിലാണോ പഴയ പറമ്പിലാണോ പുത്തൻ പറമ്പിലാണോ എന്ന് അന്വേഷിച്ചിട്ട്, എന്നിട്ട് ഈ 3 പറമ്പും അതിൻ്റെ വിഷ്വൽസ് കാണിക്കുന്നു. അതിനെന്താ സാങ്ക്ടിറ്റി എനിക്ക് മനസ്സിലായില്ല. 9 പേരെ രജിസ്റ്റർ ചെയ്ത് ഈ വീട്ടിൽ നിന്നാണ്, എന്നിട്ടൊരു വീട് കാണിക്കുന്നു. അതിനെന്താ അത്? എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ച പോലെ. അല്ല, ഇതൊക്കെ ഈ ആദ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, ഇത് ഇങ്ങനെയല്ലേ? എന്തവസ്ഥയാണ്. അല്ല, ഈ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഈ ബൂത്തിൽ ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധികളായിട്ട്. അവർ കൃത്യമായിട്ട് നോക്കിയിട്ടല്ലേ ഈ വോട്ട് ചെയ്യുന്നതും? നോക്കിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്, ഇനി നോട്ടക്കുറവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറ, ഞങ്ങൾ അടുത്ത റിവിഷനിൽ അത് തിരുത്താം. അതുകൂടാതെ ഇവർ ഈ പറയുന്ന പോലെ ഓരോ വീട്ടിലും പോയി പരിശോധിച്ച് BLA കൊണ്ട് നോക്കിച്ച് റിവൈസ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. അത് 2003 ശേഷം നടത്തിയിട്ടേ ഇല്ല, എങ്ങും നടത്തിയിട്ടില്ല. അപ്പോൾ അത് ബീഹാർ വെച്ച് തുടങ്ങുന്നു. ബീഹാറിൽ ഇപ്പോൾ തീർന്നു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. പക്ഷേ അതിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതല്ലേ വോട്ടർമാരെ ചേർത്തത് കുറ്റം. എന്നാൽ ശരി, ഇത് എടുക്കാം, അതും കുറ്റം. ഇപ്പോൾ തെരഞ്ഞെടുപ്പില്ലാതെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി. അതൊന്നും കേൾക്കണ്ട, രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രി.